ഹൈ ജി ആസ്പിറൻസ് 2025 ജെയ്മെയിൻ്റെ ഒക്കെ സ്കോർ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മോടൊപ്പം എന്നുള്ളത് മിലൻ ജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ജെയ്മെയിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും മിലന് ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിയതിന് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പഠിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ആൻഡ് ആദ്യം നമുക്കറിയേണ്ടത് ഈ ഒരു നല്ല സ്കോറൊക്കെ മേടിച്ച് നല്ല മിടുക്കനായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സന്തോഷത്തെ കുറിച്ചിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും റിസൾട്ട് അറിഞ്ഞു, എന്ത് തോന്നി? നല്ല ഹാപ്പി ആയിട്ട് തോന്നി. ഞാൻ മാർക്ക് നോക്കിയിട്ട് മറ്റേ ടെന്റേറ്റീവ് ആൻസർ കീ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് നല്ലതായിരിക്കും. പിന്നെ റിസൾട്ട് ഒക്കെ വന്നപ്പോ എനിക്ക് നല്ലതായിട്ട് സന്തോഷിച്ചു. മോനെ ഏറ്റവും കൂടുതൽ ശരിക്കും ഒരു വിജയത്തിലേക്കൊക്കെ വന്നപ്പോ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മോന്റെ പേരൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ പേരൻസ് എന്ത് പറഞ്ഞു? പേരൻസ് നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നല്ലതായിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ അനിയനും ഉണ്ടായിരുന്നു, നമ്മളെ എല്ലാരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നല്ല കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. യെസ്. അപ്പോൾ ഇനി ജെയ്മെയിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജെയ്മെയിനിലൂടെ കടന്നു പോയപ്പോഴും മോൻ നല്ല ആത്മവിശ്വാസത്തോടെ പഠിച്ചുകൊണ്ട് തന്നെയാണ് മോൻ ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയതെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും മോൻ്റെ നാടും വീടും വീട്ടിലാരൊക്കെ എൻ്റെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഒക്കെ ഒന്ന് പറയാം. അപ്പൊ എന്റെ നാട് ആലപ്പുഴയാണ്, പക്ഷെ ഞാൻ ശരിക്കും താമസിച്ചത് ദുബായിലാണ്. എൻ്റെ 10th ഗ്രേഡ് വരെ ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഇവിടെ വന്നു ഹയർ സ്റ്റഡീസിന് വേണ്ടി. എൻ്റെ പപ്പ അവിടെയാണ് ജോലി, പപ്പ എഞ്ചിനീയർ ആണ്. എൻ്റെ അമ്മ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ അമ്മയും പപ്പ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു എനിക്ക് വേണ്ടി. അത് മാത്രമല്ല നല്ല കൺഗ്രാജുലേറ്റും ചെയ്തു. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും ഒരേപോലെ അല്ലേ നമ്മൾ ഈ ജേർണിയിൽ പോയത്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല നല്ല സപ്പോർട്ട്, എൻ്റെ അനിയനും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഫാദർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. ഫാദർ ആണോ ഈ ഒരു എഞ്ചിനീയർ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഇൻസ്പിറേഷൻ? ഓഫ് കോഴ്സ് എൻ്റെ പപ്പ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെ. അത് മാത്രമല്ല എനിക്ക് നല്ല ആംബിഷൻ ഉള്ള ഒരു ഫീൽഡാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കിട്ടാൻ. അത്രേ ഉള്ളൂ. യെസ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്നൊരു സ്വപ്നം ഡ്രീം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേതാണ് പറയാൻ? ഓബ്വിയസ്ലി IIT തന്നെ ആയിരിക്കും. IIT CS കിട്ടാനാണ് എൻ്റെ ആംബിഷൻ. പിന്നെ അത് മാത്രമല്ല എനിക്ക് കുറെ ബാക്കപ്പ് ആയിട്ടും ഉണ്ട് കുറെ. അത് പക്ഷെ അത് മൊത്തത്തിൽ ഇതായിട്ടില്ല, റിജിഡ് ആയിട്ടില്ല. എനിക്ക് പ്ലാൻ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. പിന്നെ എൻ്റെ അഡ്വാൻസ്ഡ് മാർക്ക് വന്നു കഴിഞ്ഞിട്ട് കൂടുതൽ ചിന്തിക്കുക അതിനെ കുറിച്ചാണ്. പക്ഷെ ഞാൻ ഇപ്പൊ അത്രയും ബോധേഡ് അല്ല. ഇപ്പൊ ഞാൻ ജെയിന് വേണ്ടി നല്ലതായിട്ട് പഠിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ. ഒരുപാട് സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. ഈ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു പറയാം? ആ ഒരു ജെയ്മെയിൻ്റെ സമയത്തുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ നല്ലതായിട്ട് പോയി. ഞാൻ ലാസ്റ്റ് 2 years നല്ല കൺസിസ്റ്റന്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പെർസ്യൂ ചെയ്തു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറെ റഫ് പാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ ജെയ്മെയിൻസിന്റെ 2 മാസം മുമ്പ് ഞാൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പോയി മെയിൻസിന് മാത്രം. അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ ഞാൻ ജെയ്മെയിൻസിന്റെ പ്രീവിയസ് ഇയറും പിന്നെ ബ്രില്യൻ്റ് തന്ന കോച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ നോക്കിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അവർ തന്ന റെസണൻസ് മെറ്റീരിയൽസ് അത് നല്ല ഹെൽപ്പ് ചെയ്തു. ഇതെല്ലാം നോക്കിയിട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ ഞാൻ നോക്കിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അതും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മോനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തലത്തിലും നല്ലൊരു പെർഫോമൻസ് വേണം. കാരണം +1 +2 ബ്രില്യന്റിന്റെ ഭാഗമായിരിക്കുന്നത്. ബ്രില്യന്റിന്റെ ഒരു കോച്ചിങ് ആ ഒരു സ്കൂൾ തലത്തിലും ഏറ്റവും മികവുറ്റതാക്കിയത് എങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്കൂളിൽ എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. സ്കൂൾ അറ്റ് ദ സെയിം ടൈം എൻട്രൻസ് പരിശീലനം നമ്മൾ ഇവിടെ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? സ്കൂളിന് പ്രത്യേകിച്ചും പറഞ്ഞാൽ ബ്രില്യൻ്റ് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കുള്ള സ്കൂളിൻ്റെ എക്സാംസിനൊക്കെ നല്ല സമയം തന്നായിരുന്നു പഠിക്കാൻ, എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസും പിന്നെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജും എക്സ്ട്രാ പഠിക്കാൻ സമയമൊക്കെ തന്നായിരുന്നു എനിക്ക് വീട്ടിൽ പോയിട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എനിക്ക് എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ജയിലിൽ പഠിച്ചത് അത് തന്നെ ആയിരുന്നു ചോദിച്ചത്. അപ്പം അത് നല്ല ഈസി ആയിട്ട് തോന്നി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്കൂളിൻ്റെ കുറെ പ്രോജക്ട് വർക്ക്സ് അതിനൊക്കെ എനിക്ക് സമയം നല്ലതായിട്ട് കിട്ടിയായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അതിന് വേണ്ടി മാത്രം നോക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബ്രില്യന്റിന് വേണ്ടി പഠിക്കാനും നല്ല ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. +2 ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
+2 ഞാൻ ഇപ്പൊ KE മാന്നാനം സ്കൂളിലാണ് പഠിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബ്രില്യന്റിന്റെ കോച്ചിങ്ങും ഞാൻ എക്സ്ട്രാ ആയിട്ട് നോക്കിയായിരുന്നു. ബ്രില്യന്റിന്റെ കോച്ചിങ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് മാത്രമല്ല KE സ്കൂൾ നല്ല എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. നല്ലപോലെ ഇഷ്ടമായി. എൻ്റെ സ്കൂളിങ്ങും നല്ല സ്മൂത്ത് ആയിട്ട് പോയി. അതിന്റെ കൂട്ടത്തിൽ എൻ്റെ കോച്ചിങ്ങും അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾ ടുഗെദർ എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും നമ്മുടെ മിലന്റെ ഒരു ജെയിമേൽ സ്ട്രാറ്റജി കേട്ടു. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊക്കെ ഇനിയൊരു സെക്കൻഡ് സെഷൻ വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെഷന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കോൺഫിഡൻസ് വരുന്ന വാക്കുകളാണ് മിലൻ നമ്മോട് പങ്കുവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആശംസകൾ കൂടി പറയാനുണ്ട്. കാരണം ജി അഡ്വാൻസ്ഡ് ഇനി നമ്മുടെ മുൻപിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ സംസാരിച്ചു. ഇതേ കോൺഫിഡൻസോടുകൂടി തന്നെ ജി അഡ്വാൻസ്ഡ് എഴുതുക, നല്ലൊരു വിജയം മേടിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.